ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ അടുത്ത ആഴ്ച പരിശുദ്ധ റമളാൻ മാസത്തെ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അസുഖങ്ങളുള്ളവർക്ക് സംശയമാണ്, എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുമോ, എൻ്റെ മരുന്നുകൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ചെവിയിലും മൂക്കിലും കണ്ണിലുമൊക്കെ മരുന്ന് ഒഴിക്കാമോ? ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. പ്രമേഹ രോഗങ്ങളുള്ളവർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, വൃക്ക രോഗികൾ, ഇവർക്കൊക്കെ പലപ്പോഴും ഒരുപാട് കൺഫ്യൂഷനുകളുണ്ട്. എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുമോ? ഇസ്ലാം മതം കുറച്ചാളുകൾക്ക് നോമ്പെടുക്കുന്നതിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് അവർ? രോഗങ്ങളുള്ളവരും രോഗങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നവരും. രണ്ടാമത്തെ കൂട്ടർ പ്രായമായവരാണ്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പെടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ യാത്രക്കാർ, 80 കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നാൽ ഇതിനൊക്കെ പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ പിന്നീട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇത്തരം ഇളവുകളൊക്കെ ബാധകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കാം. എന്നാൽ ചില ആളുകളുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാൽ നോമ്പെടുക്കാനുള്ള ആരോഗ്യമുണ്ടെന്ന് ഉറപ്പുള്ളവർ. ഇക്കൂട്ടർ ഏത് ഡോക്ടറെയാണോ സ്ഥിരമായിട്ട് കാണിക്കുന്നത് അവരെ നോമ്പിന് മുമ്പ് കാണിച്ച് വേണ്ട ചെക്കപ്പുകളൊക്കെ നടത്തി മരുന്നുകളിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി നോമ്പെടുക്കാവുന്നതുമാണ്. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് നോമ്പ് മുറിയാത്തത്, നമുക്ക് എപ്പോഴൊക്കെ നോമ്പ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചെറുതായിട്ട് മൂക്കിൽ നിന്ന് ചോര വന്നു, ഒരു 3-4 തുള്ളി മാത്രമേ ഉള്ളൂ, നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ചെറുതായിട്ട് ഛർദ്ദിച്ചു, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ പോയിട്ടുള്ളൂ, നമുക്ക് ക്ഷീണം വരാത്ത സാഹചര്യമാണെങ്കിൽ നോമ്പ് തുടരാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നോമ്പ് കാലത്ത് ചിലപ്പോൾ വാക്സിനേഷനുകൾ എടുക്കേണ്ടി വന്നേക്കാം. ഫ്ലൂ ഷോട്ട്സ്, മെനിഞ്ചൈറ്റിസ് വാക്സിൻ തുടങ്ങിയവ. ഇതും നോമ്പ് മുറിയുന്ന ഒരു സാഹചര്യമല്ല. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഒരു പല്ലെടുക്കണം, എന്നാൽ അതിൻ്റെ മെഡിസിൻസ് നമ്മൾ ഇഫ്താറിന് ശേഷം കഴിച്ചാൽ മതിയെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ടൊന്ന് പല്ലെടുക്കുന്നത് നോമ്പ് മുറിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടമുണ്ടായി 3-4 സ്റ്റിച്ചുകളൊക്കെ ഇടേണ്ടി വന്നു, എന്നാൽ മരുന്ന് വൈകിട്ട് വരെ വൈകിക്കാമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നോമ്പ് നമുക്ക് തുടരാവുന്നതാണ്. പിന്നെയുള്ളത് മൂക്കിലടിക്കുന്ന മരുന്നുകളും കണ്ണിലും ചെവിയിലൊക്കെ ഉറ്റിക്കുന്ന തുള്ളിമരുന്നുകളുമാണ്. ഇതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ കണ്ണിലും മൂക്കിലും ഒക്കെ ഉറ്റിക്കുന്നുള്ളൂ. ഇതൊരിക്കലും നോമ്പ് മുറിക്കില്ല. ഇനി അങ്ങനെ വല്ലാത്തൊരു സംശയമുണ്ട്, അതിനെപ്പറ്റി ഭയമുള്ളവരാണെങ്കിൽ ഇഫ്താറിന് ശേഷമോ അതല്ലെങ്കിൽ സുഹൂറിന് മുമ്പോ നമുക്ക് ഈ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കാം. മറ്റ് അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകളോ അതല്ലെങ്കിൽ വേദന സംഹാരികളോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നോമ്പില്ലാത്ത സമയത്ത് അത് ചെയ്യാവുന്നതുമാണ്. ഇനി എന്തൊക്കെ സാഹചര്യങ്ങളിൽ നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്നു? നമ്മൾ വല്ലാതെ ഛർദ്ദിച്ചു, ഒരുപാട് അളവിലുണ്ട്, മൂക്കിൽ നിന്ന് ഒരുപാട് അളവിൽ ചോര വന്നിട്ടുണ്ട്, നോമ്പ് മുറിയാനുള്ള സാഹചര്യമാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ നോമ്പെടുക്കുന്ന സമയത്ത് ഇൻസുലിൻ ഷോട്ട്സ് എടുത്താലും നോമ്പ് മുറിയും. നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് അതിയായ ക്ഷീണം തോന്നി, ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു IV ഡ്രിപ്പ് എടുത്തു, നോമ്പ് മുറിയും. അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നോമ്പ് മുറിയുന്ന ഒരു സാഹചര്യമാണ്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ അന്നേ ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഡയാലിസിസ് എടുക്കുകയാണെങ്കിൽ അതും നോമ്പ് മുറിയാനുള്ള സാഹചര്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകിച്ചും ആർത്തവ രക്തം കണ്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാൽ നോമ്പ് തീർച്ചയായിട്ടും മുറിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നോമ്പ് കണ്ടിന്യൂ ചെയ്യാവുന്ന സാഹചര്യവും നോമ്പ് മുറിയുന്ന സാഹചര്യവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടത്. പ്രത്യേകിച്ചും തൈറോയിഡിന്റെ മരുന്നിനെ കുറിച്ച് പല സംശയങ്ങളുമുണ്ട്. എങ്ങനെ ഇത് വെറും വയറ്റിൽ കഴിക്കും? ഇതിനായിട്ട് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴി, വെളുപ്പിന് 4 മണിക്ക് എണീക്കും, അപ്പോൾ തന്നെ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കും. ഒരു 45 മിനിറ്റോളം പ്രാർത്ഥനകളിൽ മുഴുകി വീണ്ടും സുഹൂർ മേല് കഴിക്കുന്നതാണ് എൻ്റെ പതിവ്. അപ്പോൾ നമുക്ക് ഒരു 45 മിനിറ്റ്സിന്റെയും 1 അവറിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പ് കിട്ടും. ഇനി ഈ സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കാൻ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇഫ്താറിന് ശേഷം ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഒരു 7-7:15 ആവുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുന്നുണ്ടെങ്കിൽ തറാവീഹ് നമസ്കാരത്തിന് ശേഷം ഈ ഗുളിക കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോമ്പ് കാലത്ത് നമ്മുടെ ഭക്ഷണവും മരുന്നും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ സുഹൂറിന്റെ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് എരിവുള്ളത്, ഉപ്പുള്ളത്, മധുരമുള്ളത് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ പകൽ സമയത്ത് നമുക്ക് ദാഹം കൂടുതൽ തോന്നും, വിശപ്പ് അനുഭവപ്പെട്ടേക്കാം.
അതുകൊണ്ട് പ്രോട്ടീൻ കൂടുതലുള്ള, അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫൈബേഴ്സും അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അത്താഴത്തിന്റെ സമയത്ത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ പ്ലാനറിന്റെ സഹായം തേടുന്നു. ഈ പ്ലാനറിൽ നോമ്പിന്റെ 30 ദിവസത്തേക്ക് 30 പേജുകളുണ്ട്. ഇതിൽ നമ്മൾ ഓരോ നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് നമ്മുടെ വേർഷിപ്പ് പ്ലാൻസ്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ മെഡിസിനിൽ വരുത്തണം, മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ ഓരോ മീലിനും പ്ലാൻ ചെയ്യേണ്ടത്, ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചാൽ ടെൻഷൻ ഒന്നുമില്ലാതെ നോമ്പുകാലം വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഇബാദത്തുകളിൽ തുടരാം. അപ്പോൾ ഈ ഒരു റമദാൻ പ്ലാനറിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യാം. നോമ്പെന്ന് പറയുന്നത് ശരീരത്തിന്റെ ശുദ്ധീകരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിന്റെ ശുദ്ധീകരണം കൂടി ഇവിടെ നടക്കണം. നമുക്ക് നമ്മുടെ ദുഷ്ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ചീത്ത വാക്കുകളിൽ നിന്ന് മാറാൻ, അതുപോലെ തന്നെ ചീത്ത പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ ഈ നോമ്പ് കാലത്തെ ഒരു അവസരമായി കരുതാം. ഓരോ നോമ്പ് കഴിയും തോറും കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പുതിയ ഞാനായി നമുക്ക് മാറാൻ കഴിയണം. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇസ്ലാം നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.